നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ന്യൂഡൽഹിയിൽ അവസാനിച്ച ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെൻസോൾ ഇവി എന്നൊരു സ്റ്റാർട്ടപ്പ് കമ്പനി അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രൈക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എസിയോ എന്നാണ് അവർ ഈ ട്രൈക്കിന് പേരിട്ടിരിക്കുന്നത്. ഈ 3 ചക്രമുള്ള വാഹനം ആയതുകൊണ്ടാണ് ഇതിനെ ട്രൈക്ക് എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. പ്രതീക് ഗുപ്തയാണ് ഈ കമ്പനിയുടെ സിഇഒ ആൻഡ് കോ ഫൗണ്ടർ. 2012 സ്ഥാപിതമായ ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സബ്സിഡിയറിയാണ് ഈ എസിയോ എന്ന ട്രൈക്ക് നിർമ്മിക്കുന്ന ജെൻസോൾ ഇവി. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെക്സും മറ്റു കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നോക്കാം. ഈ ഒരു ട്രൈക്കിന്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ആദ്യം തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ട്രൈക്ക് നിർമ്മിച്ചതെന്നാണ്. 4 ചക്രമുള്ള ചെറിയൊരു കാർ ആയാലും എന്താ പ്രശ്നം? അതുപോലെ തന്നെ മുന്നിൽ 2 ചക്രവും പിറകിൽ 1 ചക്രവുമാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് വളയ്ക്കുമ്പം വണ്ടി മറിയാനുള്ള സാധ്യത, ബാലൻസിങ് ഒക്കെ തെറ്റാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല, ഡ്രൈവർ അടക്കം 2 പേർക്ക് മാത്രമേ ഇതിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. പിറകിലിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ വിജയിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും കമ്പനിയുടെ സിഇഒ പ്രതീക് ഗുപ്ത ഉത്തരം നൽകുന്നുണ്ട്. സിറ്റിയിൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാറ് ചെറിയ സൈസിൽ നിർമ്മിച്ചിരിക്കുന്നതെന്നും അതേപോലെ സിറ്റിയിലൊക്കെ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 ചക്രമാക്കിയതെന്നാണ് സിഇഒ പറയുന്നത്. ചിന്തിച്ചു നോക്കുമ്പോൾ ശരിയാണ്. കാരണം ഒരു ഓട്ടോറിക്ഷ വളയ്ക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ട്രൈക്ക് വളയ്ക്കാൻ പറ്റും. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നവരെ ആകർഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വണ്ടി ഡിസൈൻ ചെയ്തത് എന്നാണ്. സിറ്റിയിലെ ഡെയിലി ഉപയോഗം നടക്കും. മഴ കൊള്ളേണ്ടെന്ന് മാത്രമല്ല, ചൂടുകാലത്ത് AC ഇട്ട് സുഖമായി സഞ്ചരിക്കാം. വേണ്ടപ്പെട്ട ഒരാളെ കൂടെ ഇരുത്താം. അതിനൊക്കെ പുറമെ 250 ലിറ്ററിന്റെ സ്റ്റോറേജ് സ്പേസ് ആണ് പിറകിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ട്രൈക്കിന്റെ വില ബൈക്കിനേക്കാൾ കൂടുതലായിരിക്കില്ലേ എന്നായിരിക്കും അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും ബൈക്കിനേക്കാൾ കൂടുതൽ തന്നെയാണ് വില. പക്ഷെ നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാറുകളെക്കാളൊക്കെ കുറവാണ്. വേരിയന്റുകൾക്കനുസരിച്ച് 3 ലക്ഷത്തിന്റെയും 3.5 ലക്ഷത്തിന്റെയും ഇടയ്ക്കായിരിക്കും ഈ ട്രൈക്കിന്റെ എക്സ്-ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ബാലൻസിങ്ങിന്റെ കാര്യം, അതായത് ഒരുപാട് സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് വളയ്ക്കുമ്പം മറിയോ എന്നുള്ളൊരു ഡൗട്ട്. നമ്മളിപ്പം ഡീസൻ്റ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ പെട്ടെന്ന് വളയ്ക്കുമ്പോഴൊരു പ്രശ്നം, അത് ഒരുപാട് സ്പീഡിൽ പോകുമ്പോൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഒരു മിനിമം സ്പീഡേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ട്രൈക്കിനും ഒരുപാട് സ്പീഡൊന്നുമില്ല. മാത്രമല്ല, ഇത് സിറ്റിയിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു വണ്ടിയാണ്. 14.5 കിലോവാട്ട് മാക്സിമം പവർ നൽകാൻ സാധിക്കുന്ന മോട്ടറാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. 80 km/h ആണ് ടോപ്പ് സ്പീഡ്. അതേപോലെ 16.7 കിലോവാട്ട് അവറിന്റെ ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് ഫ്ലോർ ബോർഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു ഫുൾ ചാർജിൽ ഏകദേശം 200 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. അതേപോലെ ഇവരുടെ ഫാസ്റ്റ് ചാർജറിൽ ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 2 മണിക്കൂറും, അതേപോലെ നമ്മൾ വീട്ടിൽ വെച്ച് 15 ആംസിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വേണ്ടി വരും ഈ ബാറ്ററി ഫുൾ ചാർജ് ആവാൻ. ജെൻസോൾ ഇവി എന്ന കമ്പനിയുടെ എസിയോ എന്ന ഈ ഇലക്ട്രിക് ട്രൈക്ക് ആദ്യം ലോഞ്ച് ചെയ്യുന്നത് B2B സെഗ്മെന്റിന് വേണ്ടിയായിരിക്കും. അതിനുശേഷമാണ് B2Cക്ക് വേണ്ടി ലോഞ്ച് ചെയ്യുന്നത്. ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഈ വണ്ടി ഇവർ പരിചയപ്പെടുത്തിയ സമയത്ത് ഇന്ത്യയിൽ ഇവരുടെ ലോഞ്ച് എന്നായിരിക്കുമെന്ന് കൃത്യമായ ഒരു സമയം ഇവർ പറഞ്ഞിട്ടില്ലെങ്കിലും അധികം വൈകാതെ തന്നെ വരും മാസങ്ങളിൽ ഇവരുടെ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.